സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 120 രൂപ കൂടി ഇപ്പോൾ 99,040 രൂപയായി. ഇന്നത്തെ നിരക്ക് അങ്ങനെയാണ്. ഇന്നലെ 3 തവണ കുറഞ്ഞ സ്വർണ്ണവില ഇത് കൂടുകയാണ് ചെയ്തത്. കൃഷ്ണ ചെറിയാൻ ബിസിനസ് എഡിറ്റർ ബിസിനസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. കൃഷ്ണ, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ 3 തവണയാണ് സ്വർണ്ണത്തിന് വില കുറഞ്ഞത്. അപ്പോൾ സ്വർണം പുതുവത്സരം കടക്കുമ്പോൾ സ്വർണ്ണവില കുറയുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഈ പറയുന്നത് 1, 2, 3 99,640 ആയിരുന്നു രാവിലെ. അത് ഉച്ചയ്ക്കായപ്പോഴത്തേക്ക് 99,160 രൂപയായി കുറഞ്ഞു. വീണ്ടും വൈകുന്നേരമായപ്പോൾ 3-ാം തവണയും സ്വർണം മൂക്കുകുത്തി 98,920 രൂപ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുതുവത്സരത്തിൽ ഈ ഒരു ട്രെൻഡ് തുടരുമെന്ന്. ഇനി ഈ വില കുറയാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ തവണയൊക്കെ പറയുന്നത് പോലെ വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ സ്വർണം കയ്യിലിരിക്കുന്നവർ അത് വിറ്റിട്ട് ലാഭമെടുക്കും. സ്വർണം ഫിസിക്കൽ ഗോൾഡായിട്ട് ഇരിക്കുന്നവരല്ല, ഈ ETF-ലൊക്കെ നിക്ഷേപിക്കുന്നവർ. അപ്പോൾ അവർ വൻതോതിൽ ലാഭമെടുപ്പ് നടത്തിയതോടുകൂടെ ഇന്നലെ 3 തവണ വില കുറഞ്ഞു. പക്ഷേ ലോങ് ടേമിൽ എല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് സ്വർണത്തിന്റെ വില കൂടുമെന്ന് തന്നെയാണ്. അങ്ങനെ പുതുവത്സരത്തിൽ ഇന്നലത്തെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി സ്വർണം ആ തളർച്ച മാറ്റി വന്നിരിക്കുകയാണ്. ഇന്ന് 120 രൂപയാണ് പവന് കൂടിയത്. 99,040 രൂപയാണ് ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില. ഇനി 1 ഗ്രാമിന്റെ വില 12,380 രൂപയാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർണത്തിന് കുറഞ്ഞത് 960 രൂപയായിരുന്നു പവനിൽ നിന്ന്. ആ ക്ഷീണം മാറ്റിയിട്ടാണ് ഇപ്പോൾ 120 രൂപ കൂടിയിരിക്കുന്നത്. ഈ പുതുവർഷത്തിലെ ഒരു പ്രവചനം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറയുന്നത് 28 ഗ്രാമാണ്. 28 ഗ്രാം ഗോൾഡിന് 2026 നമ്മുടെ ഒരു 4,45,000 രൂപ ഡോളറിന്റെ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടുമെന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാമിൻ്റെ വില 15,000 രൂപയ്ക്ക് മുകളിലാകും. പവന്റെ വില അതിനനുസരിച്ച് കൂടും. അങ്ങനെ 2026 എന്ന് പറയുന്നത് സ്വർണ്ണത്തിന് ഒരിക്കലും ഒരു ദുരന്ത വർഷമാകില്ല. സ്വർണം വീണ്ടും കുതിപ്പിലേക്ക് പോകുന്ന ഒരു വർഷമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇനി ഡിസംബർ 27-ന് 1,04,440 എന്ന സർവ്വകാല റെക്കോർഡിലായിരുന്നു സ്വർണത്തിന്റെ വില. ഈ 1,04,440 എന്ന പവന്റെ വില എത്തുമ്പോൾ ചില വിവാദങ്ങൾ ഉണ്ടാവുകയുണ്ടായി. കാരണം അന്ന് അന്താരാഷ്ട്ര വിപണി അവധിയായിരുന്നു. അന്ന് കേരളത്തിൽ സ്വർണ്ണവില എങ്ങനെ ഈ രീതിയിൽ കൂടി? വൈകിട്ട് 5 മണിക്ക് ശേഷം എന്തുകൊണ്ട് ചില വ്യാപാരികൾ സ്വർണ്ണവില കൂട്ടി എന്നൊരു ചോദ്യം കേരളത്തിലെ ഒരു വിഭാഗം സ്വർണ്ണ വ്യാപാരികൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഒരു ലോങ് ടേമിൽ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.